ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനം ഇന്ന് ചേർന്നു. അപ്പം രേഖാ ഗുപ്ത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് ശേഷം, അതായത് മദ്യനയവുമായി ബന്ധപ്പെട്ട കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് മേശയിൽ വെക്കുമെന്ന്. അത് വെച്ചു, ബഹളമായോ? അതായത് അത് മേശപ്പുറത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ബഹളം. കാരണം ഇത് മേശപ്പുറത്ത് വെക്കും, അതാണ് ആദ്യം നിയമസഭയിൽ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ബഹളം ഉണ്ടായത്. അങ്ങനെ ഈ മാർഷൽമാരെയൊക്കെ വിളിച്ചിട്ട് ഈ അതിഷി മർലേന തുടങ്ങിയ ആളുകളെ, അങ്ങനെ ആപ്പിന്റെ 8 MLA പുറത്താക്കി, ബഹളം വെച്ചത്. അത് കഴിഞ്ഞാണ് ഇത് മേശപ്പുറത്ത് വെക്കുന്നത്, CAG റിപ്പോർട്ട്. അപ്പോൾ ആ CAG റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ഭീകരമാണ്. 2026 കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മദ്യനയം കാരണം. അത് മദ്യ കമ്പനികൾക്കും മദ്യക്കച്ചവടക്കാർക്കും വേണ്ടിയിട്ടുള്ള നയമായിരുന്നല്ലോ. അതുവഴി ആപ്പ് കോഴ മേടിച്ചു എന്നുള്ളതാണ് CBI കേസ് തന്നെ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതുവരെ അവിടെ മദ്യക്കച്ചവടം നടത്തിയിരുന്ന ആളുകളൊക്കെ സറണ്ടർ ചെയ്യുന്നുണ്ടല്ലോ ലൈസൻസ്. അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ ലൈസൻസ് തിരിച്ചു കൊടുത്ത ശേഷം ആ മേഖലകളിൽ ലൈസൻസ് റീടെൻഡർ ചെയ്യണമല്ലോ. വീണ്ടും ടെൻഡർ ചെയ്ത് വേറെ ആളുകൾക്ക് ലൈസൻസ് കൊടുക്കണം. അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യാതെ വന്നിട്ട് 890 കോടി രൂപയാണ് നഷ്ടം വന്നത്. പിന്നെ ഈ സോണൽ ലൈസൻസിമാർക്ക് കോവിഡ് തുടങ്ങിയിട്ടുള്ള മറ്റേ ഇളവുകൾ, സോണൽ ലൈസൻസിമാർക്ക് ഇളവുകൾ കൊടുത്തത് 941 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ കോവിഡ് കാലത്ത് ലൈസൻസ് ഫീസ് ഇളവ് കോവിഡിന്റെ തലയ്ക്ക് വെച്ചിട്ട് കടകളൊക്കെ അടയ്ക്കുമല്ലോ. അതുകൊണ്ട് മറ്റേ ലൈസൻസ് ഫീസിലൊക്കെ ഇളവ് ചെയ്തു കൊടുത്ത വഴി 144 കോടി രൂപ നഷ്ടം. ഇങ്ങനെ സഞ്ചിത നഷ്ടമാണ് 2026 കോടി വന്നിരിക്കുന്നു എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പേര് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഈ വീരന്മാരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. കെജ്രിവാൾ, സിസോദിയ, സഞ്ജയ് സിംഗ്, അവരെ 3 പേരും അറസ്റ്റിലായിരുന്നു. മദ്യനയം ജാമ്യം കിട്ടി 3 പേർക്കും. അപ്പോൾ 2021 നവംബറിലാണ് പുതിയ മദ്യനയം അവിടെ പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ സാധാരണഗതിയിൽ ഈ റീറ്റെയിൽ കടകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റീറ്റെയിൽ കടകൾ ധാരാളമായിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് അവിടെ ചെയ്തത്. ആ ചെയ്തത് CBI മറ്റേ മദ്യം നയം ഇങ്ങനെ നടപ്പാക്കിയത് അഴിമതിയാണെന്ന് അറിഞ്ഞിട്ട് ലഫ്റ്റനന്റ് ഗവർണർ CBI അന്വേഷണം, ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ വന്നു. ചീഫ് സെക്രട്ടറിയോടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ മദ്യനയത്തിൻ്റെ കാര്യങ്ങൾ അറിയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി പല കാര്യങ്ങൾക്കും വേണ്ടതാണ്. കാരണം ഡൽഹി ഒരു പ്രത്യേക തരം സംസ്ഥാനമാണ്. അതിന് അതിൻ്റെതായ നിയമങ്ങളുമൊക്കെ ഉണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് പല തരത്തിൽ നിയമങ്ങളുള്ള പോലെ ഡൽഹിക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ അനുമതിയോടുകൂടി വേണം പലതും ചെയ്യാൻ. ഇതിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ലഫ്റ്റനന്റ് ഗവർണർ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അങ്ങനെ ഉത്തരവിട്ടപ്പോൾ കണ്ടെത്തിയതാണ് നമ്മുടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകള് കവിതയുടെ നേതൃത്വത്തിൽ ഇൻഡോ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട്, അതിൻ്റെ ലൈസൻസിലൊക്കെ പോയി നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കടലാസ് കമ്പനിയൊക്കെ ഉണ്ടായിട്ട് 2 മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അരുൺ നായർ, വിജയ് നായർ എന്നൊക്കെ പറഞ്ഞിട്ട് കവിതയും പിടിച്ച് പിന്നെ ജയിലിലിട്ടു. അപ്പൊ കവിതയുടെ നേതൃത്വത്തില് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു സംവിധാനം. പിന്നെ വിജയ് നായർക്ക് ഇയാളുടെ ഔദ്യോഗിക ബംഗ്ലാവ് വിട്ടുകൊടുത്തിട്ട് വിജയ് നായർ അവിടെ താമസിച്ച് ആണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തതെന്നൊക്കെ അന്വേഷണത്തിലൊക്കെ കണ്ടെത്തിയിരുന്നു. ഇതിൽ നിന്നുള്ള പണത്തിലെ ഒരു പങ്ക് ഗോവയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചിരുന്നതായിട്ടും കണ്ടിരുന്നു.
സാർ, അപ്പോൾ ഈ പറയുന്ന ഡൽഹിയിലെ ഓരോ ജനങ്ങളും നൽകുന്ന പണം അത് നികുതിയായി നൽകുന്നതാണ്. ഈ പണത്തിനെല്ലാം കണക്കുണ്ടെന്ന് രേഖാ ഗുപ്ത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ സഭയിൽ വെക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് കള്ളത്തരം എല്ലാം പുറത്താകുന്ന അവരുടെ MLAക്ക് കൃത്യമായ ധാരണയുണ്ട്. സാർ, മുൻ സർക്കാർ ജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്തു. ഓരോ പൈസയ്ക്കും കൃത്യമായ കണക്ക് വേണമെന്ന് രേഖാ ഗുപ്ത നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ സമ്മേളനത്തിൽ ആദ്യ ദിനം തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് സഭയിൽ വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പേടി ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് എന്നല്ലേ വ്യക്തമാകുന്നത്? പേടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് ബഹളം ഉണ്ടാക്കിയത്. അതൊന്നും മര്യാദയും അന്തസ്സുമല്ല. കാരണം നിയമസഭാ സമ്മേളനങ്ങൾ തുടങ്ങുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോട് കൂടിയിട്ടാണ്. അതും പ്രോടൈം സ്പീക്കറല്ലേ തിരഞ്ഞെടുക്കുകയും ചെയ്തുള്ളൂ അല്ലേ? അതെ, കാരണം അതിൻ്റെ അകത്ത് നയം വായിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് കേട്ടുകൊണ്ടിരിക്കുക, പിന്നെ നയത്തിനെ വിമർശിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇത് മേശപ്പുറത്ത് വെക്കും എന്നുള്ളത് കൊണ്ട് അത് നാറ്റക്കേസാവും എന്നുള്ളത് കൊണ്ടുള്ള ബഹളമാണ് ഇന്നവിടെ നടന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് റീറ്റെയിൽ ലൈസൻസീസ് ഈ ഓരോ മേഖലകളായിട്ട് തിരിച്ചിട്ട് അവിടെ 27 കടകൾ വരെ ഒക്കെ ഒരു ആൾക്കോ കമ്പനിക്കോ കൊടുക്കാം എന്നതിൻ്റെ അകത്ത് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു വിദഗ്ധ പാനൽ കമ്മിറ്റി ശുപാർശ ഉണ്ടായിരുന്നു എങ്ങനെ വേണം ഈ മദ്യനയം നടപ്പാക്കുന്നതെന്ന്. അത് എക്സൈസ് മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയ അത് മുഴുവൻ കാറ്റിൽ പറത്തി. ആ ശുപാർശകൾ അത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാറ്റിൽ പറത്തി അയാൾക്ക് തോന്നിയാസം പോലെ ഇത് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളൊക്കെ അനുവദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ 941.53 കോടി രൂപ നഷ്ടം വരുന്നത്. വേണ്ട സമയത്ത് മദ്യക്കടകൾ തുറന്നില്ല. അപ്പോൾ അങ്ങനെ, അതായത് നോൺ കൺഫോമിങ് വാർഡ്, ചില വാർഡുകളിൽ മദ്യക്കടകൾ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ വാർഡിലെ ജനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നാട്ടുകാർക്ക് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ നോൺ കൺഫോമിങ് വാർഡുകളിൽ ഇത് തുറക്കാതെയാണ് കുറേ നഷ്ടം വരുന്നത്. ഈ 941.53 കോടി രൂപ വരുന്നത്. പിന്നെ ചില സോണുകളിൽ റീടെൻഡർ, നേരത്തെ പറഞ്ഞില്ലേ, ലൈസൻസ് സറണ്ടർ ചെയ്തിരുന്നു കടക്കാർ. പുതുതായിട്ട് ടെൻഡർ വിളിച്ചിട്ട് കൊടുക്കണമല്ലോ, അങ്ങനെ ചെയ്തില്ല. അങ്ങനെയാണ് 890.15 കോടി നഷ്ടം വരുന്നത്. പിന്നെ കോവിഡും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇളവുകൾ കൊടുത്തപ്പോഴാണ് 144 കോടി. അപ്പം മന്ത്രിസഭയുടെ തീരുമാനം നമ്പർ 3003, ആ തീരുമാനം ലംഘിച്ചിട്ടാണ് ഈ മദ്യനയം നടപ്പാക്കിയത്. ആ തീരുമാനപ്രകാരം ഇത്തരം ഈ പണം ഇൻവോൾവായ തീരുമാനങ്ങൾ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടണമെന്നുണ്ട്. അത് ചെയ്തില്ല. അത് ലംഘിച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെയാണ് സക്സേന 2022 ജൂലൈയിൽ ഇത് CBIക്ക് വിട്ടത്. അപ്പോൾ 2021 ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. അത് റീറ്റെയിൽ കടകളുണ്ടല്ലോ, മദ്യക്കടകൾ, അത് നിരോധിച്ചുകൊണ്ടുള്ളതായിരുന്നു തീരുമാനം. പ്രത്യേകിച്ച് ഈ നോൺ കൺഫോമിങ് മേഖലകളിലൊക്കെ മദ്യക്കടകൾ തുറക്കണ്ട എന്നുള്ളത്. പക്ഷേ 2021-22 നയത്തിൽ 2 എണ്ണമെങ്കിലും 2 കടകളെങ്കിലും ഓരോ വാർഡിലും തുറന്നിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 2021 ജൂൺ 28 അത് നടപ്പാക്കിയത്. 67 വാർഡുകൾ ഇങ്ങനെ ഇടന്തടിച്ച് നിൽക്കുന്ന വാർഡുകളായിരുന്നു, നോൺ കൺഫോമിങ് വാർഡുകളായിരുന്നു. അപ്പോൾ അവിടെ ലൈസൻസ് ഫീസ് ഇല്ലാതെയാണ് കൊടുത്തത്. അതൊക്കെ തട്ടിപ്പിൻ്റെ ഭാഗമാണ്. അതിനാണല്ലോ കോഴ മേടിക്കുന്നത്. അങ്ങനെ മാസം 114.50 കോടി നഷ്ടം വന്നിട്ടുണ്ട്. ഓരോ മാസവും 114 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. 67 വാർഡുകളിൽ ലൈസൻസ് ഫീസ് വാങ്ങാതിരുന്നത് കൊണ്ട്. അങ്ങനെ 941, അങ്ങനെ 114 കോടി മാസം വെച്ചിട്ടാണ് ആകെ 941.53 കോടി നഷ്ടം വരുന്നത്. 19 സോണൽ ലൈസൻസീസ് അത് നയം നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ സറണ്ടർ ചെയ്തിരുന്നു. കാരണം പുതിയ നയം വരികയാണല്ലോ.
5 2022 മെയ്യില് സറണ്ടർ ചെയ്തിരുന്നു ലൈസൻസ്. ജൂലൈ 2022 10 കൂടി സറണ്ടർ ചെയ്തിരുന്നു. അപ്പൊ 19, 5, 24, 34 ലൈസൻസ്. അങ്ങനെ സറണ്ടർ ചെയ്തതിന്റെ റീടെൻഡർ സമയത്ത് 34 ചെയ്തില്ല. അങ്ങനെ ഈ ഇൻഡോ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞ കവിത തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കടലാസ് കമ്പനിക്ക് വേണ്ടി, അതായത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, വിതരണക്കാർ, ചില ബ്രാൻഡുകൾ, മദ്യ ബ്രാൻഡുകൾ, ആ ഇൻഡോ സ്പിരിറ്റ്സ് കൊണ്ടുവരുന്ന ബ്രാൻഡുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ കുത്തകകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മദ്യനയം എന്ന് പറഞ്ഞിട്ടാണ് പുതിയ നയം കൊണ്ടുവരുന്നത്. പക്ഷേ മൊത്തം കൂടെ കണ്ണികൾ പോലെ ഈ തട്ടിപ്പിന്റെ ചില കുത്തകകൾക്ക് വേണ്ടിയിട്ട് വേറെ കുത്തകകളെ മാറ്റുന്ന പരിപാടിയാണ്. അതായത് അവർക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുവരിക, മറ്റുള്ളവരെ തള്ളിക്കളയുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അല്ലെ? ഒരു കണ്ണി പോലെ, ഒരു സൈക്കിൾ പോലെ അതിന്റെ പ്രവർത്തനം നടക്കും. അതെ, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഇല്ലാതിരുന്ന ഡൽഹിയിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഒക്കെ കൊടുക്കുകയും പിന്നെ ഒരു കുപ്പി മദ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കുപ്പി ഫ്രീ ഓഫർ എന്ന് പറഞ്ഞ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ആ ഒരു കുപ്പി മദ്യത്തിന് വലിയ വിലയായിരുന്നു. അതുകൊണ്ട് അതിനൊരെണ്ണം കൂടെ കൂടുതൽ കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആപ്പിന് കോഴ കിട്ടി എന്ന് ഈ CAG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ CAG റിപ്പോർട്ട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോംബായിട്ട് കിടക്കുകയാണ് ആപ്പിനെതിരെ. അപ്പൊ അതിഷി മെർലിനയുടെ ആദ്യത്തെ ദിവസത്തെ ഒരു പ്രതിരോധം തന്നെ തകർന്നുപോയി അല്ലേ? അവരെ പുറത്താക്കിയല്ലോ മാർഷൽമാര്, ഈ ബഹളം ഉണ്ടാക്കിയവർ. മാർഷൽമാര് വന്നിട്ട് 9 പേരെ അല്ലെ 8 പേരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു കൊണ്ടുപോയ കൂട്ടത്തിലെ ആദിശ്യമുണ്ട്. അപ്പൊ ഈ ചർച്ച ഇനിയും ചൂട് പകരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതിന്റെ ചർച്ച നിയമസഭയില് നടക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.